എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? ഹാൻഡ്സ് അപ്പ് ഇൻസ്പെക്ടർ. പക്ഷെ എന്തിനാ ഞങ്ങള്? ബാങ്ക് റോബേഴ്സ്! തോക്ക് മര്യാദക്ക് താഴെയിടൂ. തുവേദി, ചതുർവേദി, നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ആരാ കൈപോക്കാൻ പറഞ്ഞ? വേഗം തോക്കെടുത്ത് കൈ പിടിക്ക. സോറി ഏട്ടാ. എന്റെ പരിധിയിൽ മോഷണം. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതേലും കള്ളൻ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും നിർത്തിക്കോളാൻ, അല്ലെങ്കിൽ നിങ്ങൾ കൈ മേലേക്ക് പിടിച്ചോണ്ട് അങ്ങനെ തന്നെ നിൽക്കുക. ഞാൻ പറയുന്നത് വരെ അങ്ങനെ തന്നെ നിൽക്കണം. വാ, നമുക്ക് വേഗം പോകാന്നേ. ബാങ്കിന്ന് കാശടിച്ച് മാറ്റി പോലീസിനെ വേഗം വിളിക്കേ. എമർജൻസി പോലീസ്! സാറേ, നമ്മള് രണ്ടാളും പോലീസാണല്ലോ. ശരിയാണല്ലോ. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ശിവനെ വിളിക്കട്ടെ. അവൻ ചേസിംഗില് കിടിലനാണല്ലോ, കിടിലൻ. ഹലോ, ഓക്കെ ലിഡിസിൻ സർ, ഞാൻ അവിടെ എത്തിയേക്കാം. റേവ, കുറച്ചു പേര് വേദാസ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു വേദാസ് സ്റ്റോക്കിലേക്ക് പോയിരിക്കുന്നു. വേദാസ് സ്റ്റോക്കിലേക്ക് എത്താൻ ഇതേ ഉള്ളൂ ഷോർട്ട് കട്ട്. ഞാൻ ഇതുവഴി പോയേക്കാം. നിങ്ങൾ മെയിൻ റോഡ് വഴി വന്നാ മതി. ഓക്കെ ശിവ. നടുറോട്ടിൽ കിടന്ന് എന്തുവാ കാണിക്കുന്നേ? ത്രിവേദി, ആ മേഘവൻ എടുത്തോണ്ട് പോയി കേട്ടോ. വാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഓടാൻ നോക്ക്. സർ, ഇതാ കള്ളന്മാർ മോഷ്ടിച്ച പണം ഇതിലുണ്ട്. അവര് സ്കൂളിലേക്ക് പോയി. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അവരുടെ പുറകെ പോകാം. ശരി. മുകളിലേക്ക് പോ. ഈ ഷേർ സിംഗിന്റെ ആളുകള് വിറക് വെട്ടാൻ പോകുന്നതായിരിക്കും നല്ലത്. ഒരു കുട്ടി ബാഗ് തട്ടിയെടുത്തത്ര. കുടത്തിലെ വെള്ളത്തിൽ മുങ്ങി ചാവണ നീയൊക്കെ. ത്രിവേദി, കുടത്തിലെ വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാ നമ്മള് ചാവുക? ഒന്നും മിണ്ടാതിരിക്കടോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുക. ഷേർ സിംഗ് സാറേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒന്ന് പറ. ഞങ്ങള് മുഴുവനായിട്ട് അങ്ങ് കുടുങ്ങി കിടക്ക ഇവിടെ. ഷേർ സിംഗിന്റെ ആളുകളൊക്കെ സിംഹമായിരിക്കണം. സ്കൂളിലല്ലേ, അവിടത്തെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഹോസ്റ്റേജ് ചെയ്യൂ. എന്നിട്ട് ഞാൻ 20 കോടി രൂപ ചോദിക്കും. എന്നിട്ട് ജയിലിലുള്ള എന്റെ ആളുകളെ ഞാൻ പുറത്തിറക്കും. Yeah!
കുട്ടി, ഞങ്ങളുടെ ബാഗ് മര്യാദക്ക് താ, വേഗം കൊണ്ടുവരാൻ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഞാൻ 3 പ്രാവശ്യം എണ്ണും. അതിന്റെ ഉള്ളിൽ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ പിടിക്കാൻ ഉള്ളിലേക്ക് വരും. ആ എണ്ണം ഒന്ന് മുഴിപ്പിക്കാൻ സമ്മതിക്കാന്നല്ലേ? സാറേ ഒന്ന് എണീറ്റേ. കേറ്. ശിവ, അവന്മാർ സ്കൂൾ ബസ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. കൊള്ളാം സിംഹങ്ങളെ, ജോലി നന്നായി ചെയ്തിരിക്കുന്നു. ഗാഡ്സ്, ബസ്സിൽ പോയി അവരെയൊക്കെ ശ്രദ്ധിക്ക്. വരൂ സിംഹങ്ങളെ, എന്റെ കൂടെ വരൂ. ഇനി നോക്കിക്കോ, സർക്കാരിനോട് ഞാൻ എന്തൊക്കെയാണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്ന്. നമ്മൾ ആവശ്യമില്ലാതെ കുടുങ്ങി. നമുക്ക് നമ്മുടെ പണി ചെയ്താ മതിയായിരുന്നു. സാറേ നമ്മളിപ്പോ എങ്ങനെ അകത്തേക്ക് പോവാ? ടാങ്കറിനെ വിളിക്കണോ മതില് തകർത്ത് അകത്തേക്ക് പോവാൻ? ഞാൻ കമാൻഡോന്റെ ട്രെയിനിങ് എടുത്തത് വെറുതെ ആവില്ല. താൻ കണ്ടോ ഞാൻ ഈ മതിലിന്റെ മീതെ കേറി എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാൻ പോണെന്ന്? സാറേ അത് വേണോ? ഏ സാറേ സാറിപ്പോ എന്തായി കാണിച്ചത്? എന്റെ അകത്തുള്ള കമാൻഡോ അത്ര പെട്ടെന്ന് തോൽക്കില്ല. ഹൈ, ഹത്തരി, ഹത്തരി, ഹത്തരി. വിടില്ല, വിടില്ല. ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് കേറും. ഇപ്പൊ സാറിന്റെ അകത്തുള്ള കമാൻഡോ എന്താണ് പറയുന്നത്? പേടാറാം, തോൽവി സാധാരണ പതിവുള്ളതാണ്. പക്ഷെ ലഡ്ഡു സിംഗ് അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കില്ല. ഇപ്പൊ അകത്തുള്ള കമാൻഡോ സാറിനോട് എന്താണ് പറയുന്നത്? അത് പറയുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഈ ഗേറ്റ് തുറക്കുമെന്നാണ്. സാറേ ഗേറ്റ് തുറന്നെ ഇരിക്കുന്നത്. ആവശ്യമില്ലാതെ സാറിന്റെ അകത്തുള്ള കമാൻഡോനെ ഇപ്പൊ വിളിച്ചു ഉണർത്തിയില്ലേ? പേടാറാം, shut up. March left, right, left, right, left, right, left,